നമസ്കാരം, ഞാൻ ആസിയ. ഞാൻ ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്കും മിടുക്കരാകാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ വരുന്നു, അതെന്തുകൊണ്ടാണ് സാർ? ടെൻഷൻ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ടെൻഷൻ വരുന്നതിനകത്ത് രക്ഷകർത്താക്കൾക്ക് ഒരു റോളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. രക്ഷകർത്താക്കൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കയുള്ളവരാണ്. പക്ഷേ ഈ ആശങ്ക അവരെന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ആശങ്ക എടുത്ത് കുട്ടികളുടെ മേലിലേക്ക് താഴ്ത്തും. കാരണം അതിന് കാരണമുണ്ട്. അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ നന്നായിട്ടൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മക്കൾ നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അവർ പറയും അല്പം പോലും സമയം കളയാതെ പഠിക്കണമെന്ന്. അങ്ങനെ സമയം കളയാതൊന്നും പഠിക്കാനൊക്കത്തില്ല. പഠിക്കാനുണ്ടെങ്കിൽ ഒരു മൂഡ് വരണം. പക്ഷേ ഇപ്പോൾ എന്താണ്, അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു നിമിഷം വെറുതെ ഇരുന്ന് പോയെങ്കിൽ ഉടനെ വഴക്ക് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ താരതമ്യം ചെയ്യും. മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാണ്ട് അപ്പുറത്തെ കുട്ടിക്ക് ഇത് മെഡിറ്റെയ്യല്ലോ. എല്ലാ കുട്ടിയുടെയും കഴിവ് ഒരുപോലല്ല, കഴിവുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ നല്ലത് വരുത്താൻ വേണ്ടിയാണ് രക്ഷകർത്താക്കൾ ഈ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെയൊക്കെ വെറുതെ കളിച്ച് നടന്നേച്ചതാണ്ട് കണ്ടില്ലേ ഇപ്പോൾ പഠിക്കാനിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികളിൽ നല്ലൊരു മൂഡ് കിട്ടത്തില്ല. മൂഡ് കിട്ടാതെയും താരതമ്യം ചെയ്യുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് തന്നെ ഒരു പഠനത്തിലൊരു താല്പര്യം കുറയും. അതുപോലെ തന്നെ ഒരു മനസ്സുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരുത്താനും ഏകാഗ്രത വരുത്താനും കഴിയില്ല. എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വരുന്ന ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും. അതുകൊണ്ടാണ് കുട്ടികളെ ഈ പഠന സമയത്ത് അവരെ കുറ്റം പറയരുത്, താരതമ്യം ചെയ്യരുത്. രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഊർജ്ജദായകമായ നല്ല ശുഭചിന്തകളും നല്ല കാര്യങ്ങളുമാണ്. മോള് പഠിക്കുന്നുണ്ട്, എനിക്കറിയാം, മോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് പറയണം. അവർ പറയുമ്പോൾ അവർക്കറിയാതെ പഠിക്കാനുള്ളൊരു ഊർജ്ജം, ഒരു ഉന്മേഷമൊക്കെ